മഷ്റൂം കറി എങ്ങനെ വെക്കുന്നതെന്ന് കണ്ടാലോ? അങ്ങനെ ഇതാ എൻ്റെ കയ്യിലുള്ളത് ബേബി മഷ്റൂമാണ് കേട്ടോ. അങ്ങനെ ബേബി മഷ്റൂം ഒക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒരു സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം. അങ്ങനെ ആ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനേൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പേസ്റ്റ് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു പാനിലേക്ക്, സെയിം പാൻ തന്നെയാണ്, ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ. അതിലേക്ക് നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ റോ ടേസ്റ്റ് മാറിയാൽ തന്നെ ഉള്ളൂ കറീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം, ഞാനിവിടെ ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം കൂടെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര്, അതായത് നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മളിതിൽ തക്കാളി കാര്യങ്ങളൊന്നും ആഡ് ആക്കുന്നില്ലല്ലോ. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മളെ ബേബി മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ മാത്രം പെപ്പർ ചേർക്കുക കേട്ടോ. അങ്ങനെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. മഷ്റൂം പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ നമ്മളെ കറി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.